നിവിൻ പോളിക്കെതിരായ കേസിലും തിടുക്കപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ മീറ്റിംഗിൽ തീരുമാനിച്ചിരിക്കുന്നത്. പരാതിക്കാരി ഊന്നുകൽ സ്റ്റേഷനിലെത്തിയപ്പോൾ അന്ന് ഈ കേസ് അന്വേഷിക്കുകയും ഇതിൽ കഴമ്പില്ല എന്ന് കണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്നു. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു. അന്ന് പക്ഷേ പീഡന പരാതിയിൽ പറഞ്ഞിരുന്നില്ല. ശേഷമാണ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള പരാതി വരികയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഏതായാലും കോടതിയുടെ കൂടെ നടപടിക്രമങ്ങൾ നിവിൻ പോളി കോടതിയെ സമീപിച്ചാൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ മതി. തിടുക്കപ്പെട്ട അറസ്റ്റ് വേണ്ട. ഇതിൽ ഇയാൾക്ക് കൈ മാത്രമല്ല 2 കാലും തലയും കൂടെ. പക്ഷെ ഇന്ന് പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി പോലീസ് സംഘം അവരുടെ മൊഴി രേഖപ്പെടുത്തും. എന്തു പറഞ്ഞു ഞാൻ പറയാം. ഗോവയിലൊരു ഹോട്ടലിൽ വെച്ച് മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിക്കൊണ്ടാണ് നിവിൻ പോളിക്കെതിരെ കൂടി പുതിയൊരു പീഡന പരാതി കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ ഉടുക്കുവട്ടി പേടിപ്പിക്കല്ലേ. ജാമ്യമില്ലാ പ്രകാരമുള്ള കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്നും നടക്കില്ല. നമുക്കിനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാണാം. കാണടാ വാടാ. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. മറ്റത് പറഞ്ഞ ഞാൻ പോയെന്നെ. പോയിട്ട് വരാം.